നിർവൃതി. രചന സൈനോമി. ശാരദ! ഉറക്കറയിൽ നിന്ന് അഭിലാഷിന്റെ വിളി വീണ്ടും മുഴങ്ങിയപ്പോൾ കിച്ചണിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം നിലച്ചു. കുളിച്ച് തോർത്തി മുടി കെട്ടിവെച്ച് ഉടുത്തിരുന്ന സാരി മാറ്റി അലക്കിയ മാക്സി ധരിച്ച് അവൾ മെത്തയുടെ ഓരം ചേർന്ന് കിടന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ പോലെ തന്റെ ഭാര്യയും കുളിച്ച് വൃത്തിയാവണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. രാവിലെ മുതൽ വൈകും വരെ ഞാനൊരു യന്ത്രം പോലെ ജോലി ചെയ്താണ് വരുന്നതെന്ന പരിഗണന തന്നൂടെ ശാരദ നിനക്ക്? അതേട്ടാ. നിനക്ക് എന്താ ശാരദയുടെ ജോലി? ചുമ്മാ ഇരിക്കല്ലേ? ശാരദ പറയാൻ തുടങ്ങുമ്പോഴേക്കും അഭിലാഷ് അവൾക്ക് അവസരം നൽകാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥനാണ് അഭിലാഷ്. തന്റെ ജോലി കൃത്യമായും കണിശമായി അയാൾ നിർവഹിക്കുന്നു. താൻ സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നും തന്റെ ജോലിയുടെ കഷ്ടപ്പാടുകളും ടെൻഷനുകളും തന്റെ കുടുംബത്തിന് ബോധ്യമാവണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ പരിഗണന തനിക്ക് എപ്പോഴും ലഭിക്കണമെന്ന് അയാൾക്ക് ശാഠ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് അയാൾ ഇടയ്ക്കിടെ പറയാറുണ്ട്. രാത്രി പഠിക്കാനിരിക്കുന്ന കുട്ടികളുടെ കൂടെ ഇരുന്ന് അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്താ നിങ്ങളെ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് നന്നായി പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവണം എന്നയാൾ പറയാറുണ്ടായിരുന്നു. അഭിലാഷ് കൈനീട്ടി ടേബിൾ ലാമ്പ് ഓഫ് ചെയ്തു. മുറിയാകെ ഇരുൾ നിറഞ്ഞു. ഒരു കൊച്ചു മിന്നാമിനിങ്ങ് പൊൻവെട്ടം വിതറിക്കൊണ്ട് ചുമരിലിരുന്നു. അയാൾ ഒരു കൈകൊണ്ട് ഭാര്യയെ തന്നിലേക്ക് അടുപ്പിച്ചു. അയാൾക്ക് എന്നും ഒരു പുതപ്പായിരുന്നു ഭാര്യ. എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലെ തണുപ്പിൽ ചുറ്റി വരിഞ്ഞു കിടക്കുമ്പോൾ ഇളം ചൂട് പകരുന്ന ജീവനുള്ള പുതപ്പ്. പച്ചപ്പുൽമേട്ടിൽ നിയന്ത്രണങ്ങളില്ലാതെ മേയുന്ന ആട്ടിൻകുട്ടിയെപ്പോലെ അയാൾ ഭാര്യയുടെ നിശ്ചലദേഹത്ത് ദീർഘനേരം മേഞ്ഞ് നടക്കും. ഒടുക്കം അനർഘ നിമിഷങ്ങളായി വിറക്കിക്കൊണ്ട് ആ പുൽമേട്ടിൽ തന്നെ അമർന്നു കിടക്കും. രാത്രിയിൽ എപ്പോഴും അഭിലാഷ് ഉണർന്നപ്പോൾ തന്റെ മെത്തയിൽ ശാരദയെ കാണാതെ അയാൾ ഞെട്ടി. എവിടെയാവും അവള്? അയാൾ ലൈറ്റ് ഓൺ ചെയ്തുമില്ല നടന്നു. ചാരിയിട്ടിരിക്കുന്ന വാതിലൂടെ പുറത്തിറങ്ങി. അടുക്കളയിൽ പ്രകാശം കാണുന്നുണ്ട്. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കേൾക്കാം. അയാൾ ശബ്ദമുണ്ടാക്കാൻ നടന്ന് അടുക്കളയുടെ വാതിൽപ്പടിയിൽ ചാരി നിന്നു. ശാരദ തളത്തിൽ കൂട്ടിയിട്ട പാത്രങ്ങൾ കഴുകിയാണ്. ഇതൊന്നും കഴുകി കഴിഞ്ഞിട്ടില്ലായിരുന്നോ? കഴുകുന്നതിനിടെ ചട്ടിയോടും പാത്രങ്ങളോടുമൊക്കെ അവൾ പരിഭവം പറയുന്നുണ്ട്. ഇടയ്ക്ക് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. 24 മണിക്കൂർ എടുത്താലും തീരാത്ത ജോലിയെ ഇവിടെ. എന്നാൽ ഇതൊക്കെ കാണാനോ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. തന്നോട് ഇവൾ ഇത്ര വർഷമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പറയാൻ താൻ അവസരം കൊടുക്കാറില്ലായിരുന്നു എന്നാണ് വാസ്തവം. അപ്പോൾ ശാരദ കുളിച്ചു മാറ്റി വന്ന് തനിക്ക് വേണ്ടി മാത്രമായിരുന്നു. അഭിലാഷ് ഒച്ച വെക്കാതെ അവിടെ തന്നെ നിന്നു. 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ പരാതികളും പരിഭവങ്ങളും അവൾ തനിയെ പറഞ്ഞ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ശാരദ പാത്രങ്ങൾ കഴുകി അടുക്കി വെച്ചു. രാവിലെ കറി വെക്കാനുള്ള കടലെടുത്ത് വെള്ളത്തിൽ കുതിരാനിട്ടു. ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് അല്പം ചോറ് വിളമ്പി കഴിക്കാൻ തുടങ്ങി. ഇവള് കഴിച്ചിട്ടില്ലായിരുന്നു. പാവം, സമയം കിട്ടി കാണില്ല. സമയമാകുമ്പോൾ കൈകൾ കഴുകി ടേബിളിന് ചാരിയിരിക്കുന്ന താൻ അവളെ കൂടെ ഇരുത്താറില്ല. അവൾ കഴിച്ചോ എന്ന് അന്വേഷിക്കാറുമില്ല. എന്നാൽ ഇത്രയൊക്കെ ജോലികളുണ്ടായിരുന്നു ഇവിടെ. കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ച് ശാരദ എഴുന്നേറ്റു. ഹോ, എന്തൊരു വിശപ്പായിരുന്നു! അവൾ ആത്മകഥ പറഞ്ഞു. ഈ വിശപ്പൊക്കെ സഹിച്ചായിരുന്നു അവൾ തന്നെ മെത്തയിൽ തൃപ്തിപ്പെടുത്തിയത്. ശാരദ തിരിച്ചു നടക്കുകയാണെന്ന് കണ്ടപ്പോൾ അഭിലാഷ് പെട്ടെന്ന് റൂമിലേക്ക് പോയി. ഒന്നും അറിയാത്ത പോലെ കിടന്നു. അവൾ വന്ന് കിടന്നപാടെ ഉറങ്ങി. പാവം, ഒത്തിരി ക്ഷീണം കാണും. തൻ്റെ ജോലിയെപ്പറ്റിയും പ്രവർത്തനങ്ങളെപ്പറ്റി അഭിമാനം നടിക്കാറുണ്ടായിരുന്ന താൻ ഒരിക്കലും അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലല്ലോ. എത്ര ക്രൂരനാണ് താൻ! അധിക ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതുപോലെ തന്നെ ആയിരിക്കാം. താൻ ഇത്ര സ്വാർത്ഥനായത് എന്നായിരുന്നു? എവിടെയാണ് പിഴച്ചത്? ഓരോന്ന് ആലോചിച്ച് അയാളും ഉറങ്ങി. വെളുപ്പിന് 6 മണിക്ക് അലാറം മുഴങ്ങിയപ്പോൾ എന്നത്തെയും പോലെ അഭിലാഷ് ശരീരത്തിൽ നീങ്ങിയ കമ്പിളി വലിച്ചു പുതച്ച് വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചില്ല. പല്ല് തേച്ച് കുളിച്ചു വരുന്ന അഭിലാഷിനെ അവൾ അത്ഭുതത്തോടെ നോക്കി. ശാരദ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചു. ചൂലെടുത്ത് മുറ്റമടിച്ചു. ചപ്പാത്തിക്ക് പൊടി കുതിർത്തു. കട്ടൻ ചായ പകർന്ന് അച്ഛനും അമ്മക്കും കൊടുത്തു. കടല കറി വെക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണ്ട ചോറിന് അരിയിട്ടു. അഭിലാഷ് അത്ഭുതപ്പെട്ടു. എത്ര ജോലികളാണ് ശാരദ ഇത്ര വേഗത്തിൽ ചെയ്യുന്നത്! അവൾക്ക് 1000 കരങ്ങളുള്ള പോലെ. തേങ്ങ പൊതിക്കാനും ചിരവാനും ചപ്പാത്തി ഇട്ടെടുക്കാനുമെല്ലാം അഭിലാഷ് സഹായിച്ചു. അയാൾക്ക് നല്ല സന്തോഷം തോന്നി. ഹൃദയത്തിലൊരു അപരിചിതമായ തണുപ്പ് അനുഭവിക്കുന്ന പോലെ. സമയം 8 മണിയാവറായി. ശാരദ ഒന്ന് ഇടിവിർപ്പെട്ടു. ചിരിച്ചുകൊണ്ട് അഭിലാഷിനെ നോക്കി. ഏട്ടൻ സഹായിച്ചുകൊണ്ടിരുന്ന കുറേ ജോലികൾ നേരത്തെ കഴിഞ്ഞു. അഭിലാഷ് ഇമവട്ടാതെ ശാരദയെ നോക്കി. അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അയാൾ മെല്ലെ അവളെ ചേർത്ത് പിടിച്ചു. ഇനിയുണ്ടേട്ടാ, കുട്ടികളെ സ്കൂളിൽ അയക്കണം, അവർക്ക് ഭക്ഷണം പാത്രത്തിലാക്കണം, ഡ്രസ്സുകൾ അയൺ ചെയ്യണം, പിന്നെ ഏട്ടനും ഓഫീസിൽ പോകണ്ടേ. എന്നോട് പൊറുക്കില്ലേ ശാരദേ, ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി ഞാൻ ഈ കണ്ണുകൾ നിറയ്ക്കില്ല. അവൻ അവളുടെ കവിളിൽ മൃദുവായി ചുംബിച്ചു. എന്താ ഏട്ടാ ഇത്? കുട്ടികൾ കാണും. നാണത്താൽ ചുവന്നു തൊടുത്ത കവിളുകളോടെ ശാരദ സ്നേഹത്തോടെ കുതിറിമാറി. ആ ചുംബനത്തിൽ അയാളുടെ ഹൃദയ അനിർവചനീയമായ അനുഭൂതിയാൽ പൂത്തുലഞ്ഞിരുന്നപ്പോൾ
അത്രയും കാലങ്ങളായിട്ട് അയാൾക്ക് ലഭിക്കാത്ത നിർവൃതി മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഹൃദയത്തെ ഹൃദയം കൊണ്ട് ചുംബിച്ച നിർവൃതി.